കെ ഹരിദാസിൻ്റെ ഇക്കരയാണെൻ്റെ മാനസം എന്ന ചിത്രത്തിൽ എൻ്റെയും സതീശൻ്റെയും പേരുകൾ ടൈറ്റിൽ കാർഡിൽ വന്നത് നമുക്ക് ആദ്യമൊന്ന് കാണാം. സതീശൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുന്ന തട്ടകം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച ഇടവേളയിലാണ് സതീശൻ ഷൊർണൂരിലെത്തുന്നത്. ആ വരവ് ഒരു ഒന്നൊന്നര വരവായിരുന്നു എന്ന് തന്നെ പറയണം. കാരണം ഒരു സമയത്ത് ഷൊർണൂർ രാഷ്ട്രീയത്തിൽ കിടന്ന് വൈറ്റ് ആൻഡ് വൈറ്റ് കതറിട്ട് സാമ്പത്തിക ദാരിദ്ര്യത്തിലൊക്കെ നടന്ന് ബുദ്ധിമുട്ടി സിനിമ അന്വേഷിച്ചു പോയി സതീശൻ തിരിച്ചു വരുന്നത് കഴുത്തിലൊരു നല്ല ചെയിനും മോതിരങ്ങളും ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് പുതിയൊരു പാൻറ്റും ഷർട്ടൊക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച പുതിയൊരു രീതിയിലാണ്. അത് ഒരു ആനച്ചന്തമായി ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഇവിടെ ഞാൻ എന്നെ തന്നെ ശപിക്കുകയായിരുന്നു. അന്ന് സതീശനൊപ്പം ഈ തെരഞ്ഞെടുപ്പ് വട്ടിന് നിൽക്കാതെ സിനിമ വർക്ക് ചെയ്യാൻ പോയിരുന്നെങ്കിൽ എനിക്കും ഇതുപോലെ സ്വർണ്ണ ചെയിനും മോതിരമൊക്കെ ഇട്ട് പാൻറ് ഷർട്ടൊക്കെ ഇൻസെർട്ട് ചെയ്തിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഷൊർണൂരിൽ വന്ന് ഇറങ്ങാമായിരുന്നു എന്നുള്ള ആ ഒരു വല്ലാത്ത ചിന്തയൊക്കെ മതിച്ചത് ഈ സമയത്താണ്. മറ്റൊരു ചിന്താഭാരം കൂടി ഈ സമയത്ത് തന്നെ അലട്ടുന്നുണ്ട്. സതീശൻ പുതിയ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്. അപ്പോൾ സതീശൻ്റെ അസിസ്റ്റൻ്റ് ആയാലും വേണ്ടില്ല, ആ തട്ടകമെന്ന സിനിമയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷേ ഇത് സതീശനോട് ചോദിക്കാൻ എനിക്കൊരു ചമ്മൽ. സതീശൻ പറയുമെന്ന പ്രതീക്ഷയാവാൻ കാരണം രണ്ട്, സതീശൻ പറയാത്തൊരു പക്ഷേ സതീശൻ്റെ അസിസ്റ്റൻ്റായിട്ട് എന്നെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പുള്ളിയുടെയും മാനസികവിഷമായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു ചർച്ചയും വന്നില്ല. ഇങ്ങനെ അതിൻ്റേതായ രീതിയിൽ ഞാൻ മാനസികവിഷമത്തിലും സതീശൻ അടുത്ത സിനിമ കിട്ടിയ ഉന്മാദത്തിലും ഒക്കെ നടക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി ശ്യാം ടൂറിസ്റ്റ് ഹോമിലെ മണി വിളിക്കുന്നതും അവിടെ ഇക്കരയാണെൻ്റെ മാനസം എന്ന പടം ചെയ്യുന്നതിന് വേണ്ടി കെ ഹരിദാസും VC അശോകും അടക്കമുള്ള സംഘം വന്നിട്ടുണ്ട്. അവർക്ക് പ്രദേശവാസികളായ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വേണമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് നിങ്ങൾ വരുന്നെങ്കിൽ വരൂ എന്ന് പറഞ്ഞ് എന്നെയും സതീശനെയും വിളിക്കുന്നത്. അങ്ങനെയാണ് അന്നത്തെ ഹാസ്യ സിനിമകളുടെ സംവിധായകനായ കെ ഹരിദാസിനൊപ്പം ഞാനും സതീശനും